കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിംകൾ അണിനിരന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ശിഥിലമാക്കാനും ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനും ചില ഗൂഢ നീക്കങ്ങൾ നമ്മുടെ പ്രതിയോഗികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഹാബികൾ അതിൽ പങ്കുചേരുന്നുണ്ട്, മൗദൂദികൾ കൂട്ടുചേരുന്നുണ്ട്, തീവ്രവാദ സംഘടനകൾ ഒപ്പം ചേർന്നിട്ടുണ്ട്, മറ്റു പല ബിദഈ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്ത്രപരമായി നിഗൂഢമായ നീക്കങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സംവിധാനത്തെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ബൗദ്ധികമായി എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ നേതൃത്വത്തെ അവമതിച്ചു കാണിക്കുക. യഥാർത്ഥത്തിൽ അതല്ലേ ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്ത് സമുന്നതനായ അധ്യക്ഷൻ, അതുപോലുള്ള മഹാത്മാക്കളായ നേതാക്കന്മാരെ സമൂഹ മധ്യേ അവമതിച്ചു കാണിക്കാൻ വേണ്ടി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചില ആളുകൾ നികൃഷ്ടമായ ശൈലിയിൽ അവമതിച്ചുകൊണ്ട് നിരന്തരം, ഒരു വട്ടമൊക്കെ അബദ്ധം സംഭവിക്കാം, ഏതൊരു മനുഷ്യനും അബദ്ധം സംഭവിക്കാം. ഇതൊരു വട്ടമല്ല, 2 വട്ടമല്ല, 4 വട്ടമല്ല, 10 വട്ടമല്ല, നിരന്തരമായി സമസ്തയുടെ അനിഷേധ്യനായ അധ്യക്ഷനെ ചാനകൾക്ക് മുമ്പിലിട്ട് ചവച്ച് മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അതും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രതിയോഗിയുടെ തലവൻ. ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? വഹാബി പ്രസ്ഥാനത്തിനെ എതിർക്കാനല്ലേ സമസ്ത രൂപീകരിച്ചത്? ആ വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ മറ്റു ചില സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമല്ലേ ഈ പട്ടിക്കാട് ജാമിയനൂരി അറബി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നിരന്തരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അവിടെ എല്ലാവിധ സംരക്ഷണവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അസ്ഹറി ഫൈസി ഉസ്താദിന്റെ പുറത്താക്കൽ മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്. സമസ്തക്ക് കരുത്ത് പകരേണ്ട, സമസ്തക്ക് താങ്ങും തണലുമാകേണ്ട, ഈ ആദർശത്തിന് കവചമൊരുക്കേണ്ട പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫൈലിമാരെ, ഞങ്ങളെപ്പോലുള്ള ഫൈലുമാരെ ഇന്നെന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് പരസ്യമായി അവിടെയുള്ള ചില ഉസ്താദുമാർ പറയാതിരിക്കാൻ നിർവാഹമില്ല, ഞങ്ങൾ ക്ഷമാപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു, ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കും, സംഘടന തീരുമാനമെടുക്കും, അച്ചടക്കരാഹിത്യം കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് മുന്നിൽ സമസ്തയെ അവമതിച്ചുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ അവമതിച്ചുകൊണ്ട്, സമസ്തയുടെ കീഴ്ഘടകങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കീഴ്ഘടകങ്ങളെ സാരഥികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഷ കേൾക്കണോ നിങ്ങൾക്ക്? നായ, പട്ടി, പന്നി എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പക്ഷെ ആദ്യമായി പറയുകയാണ് നമ്മുടെ നാവ് കൊണ്ടത്. അത്തരത്തിലുള്ള മൃഗീയമായ തരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച് കുട്ടികൾക്കിടയിൽ വിലകെടുത്തുന്ന, നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന, അവരെ അവമതിച്ച് കാണിക്കുന്ന ചില ഉസ്താദുമാർക്കും അവിടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ കാണാതെ പോകുന്നതല്ല, വളരെ ഗൗരവതരമായ വിഷയം കാണുന്നു. മാത്രമല്ല, സമസ്ത രൂപീകരിച്ചത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനും ബിദ്അഈ പ്രസ്ഥാനങ്ങളെ തകർക്കാനുമാണ്. ഒരു സംശയവും വേണ്ട. തകർക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ വെച്ച് നിയമാനുസരണം തടയുക. നിയമത്തിന്റെ പരിധി വിട്ട് സമസ്ത പോകാറില്ല, സമസ്തയുടെ മക്കൾ പോകാറില്ല. ആ നിലയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ചായ്വുള്ള ആളുകളെ അധ്യാപകരായി നിയമിക്കുക. എവിടേക്കാണ് ഇതിന്റെ പോക്ക്? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ സംരക്ഷണത്തിന് വേണ്ടി 10,000-ഓളം ഫൈസിമാരെ പുറത്തിറക്കിയ ഈ ഉന്നതമായ മഹാത്മാക്കൾ സ്ഥാപിച്ച ബറക്കത്തുള്ള, പിൽക്കാലത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ ഈ മഹത്തായ സ്ഥാപനം ആരെന്ത് പറഞ്ഞാലും ശരി, അതിന്റെ സുരക്ഷിതമായ മാർഗത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് ആ കാര്യം മാറ്റിവെക്കാൻ കഴിയില്ല, അവഗണിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. വളരെ സീരിയസ് ആയ വിഷയമാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത വിഷയമാണ്. ഇവിടെ ആദർശ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുന്നില്ല എന്നാണ് പ്രശ്നം. സമസ്ത എന്തിനാണ് രൂപീകരിച്ചത്? അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് വഹാബി പ്രസ്ഥാനം അവിടെ ആശയ പ്രചരണവുമായി രംഗത്ത് വന്നപ്പോൾ അന്ന് കലുഷിതമായ അന്തരീക്ഷമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. മലബാർ കലാപത്തിനിരയായ പാവപ്പെട്ട 100-കണക്കിന്, 1000-കണക്കിന്, 10,000-കണക്കിന് മുസ്ലിം രക്ഷിതാക്കൾ മരിച്ചു വീഴുന്നു, ജയിലിലേക്ക് പോയിരിക്കുന്നു. വിധവകളായ സ്ത്രീകളും പാവപ്പെട്ട കുഞ്ഞുങ്ങളും
കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കുടി വീടുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുനരധിവസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ശുദ്ധകാലാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചെയ്തത് ബിദഅത്തിന്റെ പ്രസ്ഥാനം വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാനാണ്. കാരണം ദീൻ സംരക്ഷിക്കുന്ന അതാണ് മാർഗം. സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. ഏത് കാലഘട്ടത്തിലും ഈ ദീനെ സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരിനൽ ഹഖ്. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരൊക്കെ അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചാലും, ആരൊക്കെ വഹാബി പ്രസ്ഥാനത്തിലേക്ക് പോയാലും, ആരൊക്കെ ജമാഅത്ത് ഇസ്ലാമിലേക്ക് പോയാലും, ആരൊക്കെ തീവ്രവാദ ചിന്തകളിലേക്ക് പോയാലും, ആരൊക്കെ തെറ്റായ തരീഖത്തുകളിലേക്ക് പോയാലും, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ നിലകൊണ്ടേയിരിക്കും. എന്നാൽ ഈ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് ഈ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി പിടിച്ചടക്കാനും ആ സ്ഥാപനങ്ങൾ അധ്യാപകരെ പരിഷ്കരിച്ച് അവിടെ ബിദഅ ചായ്വുള്ള അധ്യാപകരെ കൊണ്ടുപോയി അവരോധിക്കാനും, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന് പ്രതിബദ്ധതയില്ലാത്ത എല്ലാ പാർട്ടിയിലേക്കും പോകുന്ന, എല്ലാവരുടെ പരിപാടിയിലേക്കും പോകുന്ന, എല്ലാവരെയും വിളിക്കുന്ന ഒരു സങ്കര സംസ്കാരത്തിന് ഉടമറാക്കി മാറ്റാനുമുള്ള നിഗൂഢമായ നീക്കമാണ് മറുഭാഗത്ത് നടത്തുന്നത്. വളരെ ഗൗരവമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതൊരു അസ്ഹറി ഫൈസിന്റെ പ്രശ്നം മാത്രമല്ല. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ സമസ്ത കേരള ജംഇയ്യത്തുൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ചതാ. എന്നെ പട്ടിക്കാട് ജാമിഅ നൂറിയ അറബി കോളേജിൽ പഠിപ്പിക്കുകയും എനിക്ക് ചില ഇജാസത്തുകൾ നൽകുകയും എന്നെ ജീവതുല്യം സ്നേഹിക്കുകയും ചെയ്ത വന്യരായ ഉസ്താദ് സമസ്തയുടെ മുൻ അധ്യക്ഷൻ ഷെയ്ഖുന കെ അബൂബക്കർ അസ്സർത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ നേരിട്ട് മുൻകൈയെടുത്ത് കോട്ടുമല ഉസ്താദ്, ഇന്നത്തെ നമ്മുടെ ബാപ്പ് മുസ്ലിയുടെ ആദരണീയനായ അധ്യക്ഷൻ ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാണ്ട്, ഞങ്ങളുടെ വന്യനായ ഗുരുവരൻ സമസ്തയുടെ ഉപാധ്യക്ഷൻ, പട്ടിക്കാട് ജാമിഅ നൂരിയുടെ പ്രിൻസിപ്പൽ, അവരൊക്കെ മുൻകൈയെടുത്ത് 40 ഏക്കർ സ്ഥലം കുറച്ച് വഖഫായിട്ടും ബാക്കി പൈസ പിരിച്ചെടുത്ത് വിലക്ക് വാങ്ങിയും അറബികളുടെ സഹായത്തോടു കൂടി ഓടി നടന്ന് UAE പ്രത്യേകിച്ച് അബുദാബി സുന്നി സ്റ്റുഡന്റ് സെന്റർ നേതൃത്വത്തിൽ വ്യാപകമായി കലക്ഷൻ എടുത്ത് സ്ഥാപിച്ചതാണ് ആ പ്രവിശാലമായ 40 ഏക്കർ ഭൂമിയിൽ കാണുന്ന കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ മർക്കസു തർബിയത്തുൽ ഇസ്ലാമി എന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ കോംപ്ലക്സ്. അവിടെ ഇന്നൊരു വിഭാഗം കയ്യിലൊതുക്കിയിരിക്കുകയാണ്. അവിടെ പറയുന്ന സമസ്തയുടെ കോഴ്സ് നടത്താൻ അനുവദിക്കില്ല, സമസ്ത ഒഴിവാക്കിയ പറ്റില്ലെന്ന് പറഞ്ഞ കോഴ്സും സമസ്ത പുറത്താക്കിയ ആളുകളെയും വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തെ പിടിച്ചടക്കി കയ്യിലൊതുക്കിയിരിക്കുകയാണ്. തുടർന്ന് വാഫി സംവിധാനം നമ്മുടെ മഹത്തായ സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെയും കയ്യിലൊതുക്കി ഇപ്പൊ പട്ടിക്കാട് ജാമിഅ നൂറിയ അറബിക് കോളേജിലേക്ക് എടുത്തിരിക്കുകയാണ്. മറ്റു ചില സ്ഥാപനങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമായ നീക്കമാണ്. നമ്മൾ വളരെ ജാഗരൂകരാകണം. നമ്മുടെ നേതൃത്വത്തെ ഒരു ഭാഗത്ത് ദുർബലപ്പെടുത്തുന്നു, മറുഭാഗത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് അതിലെ കുട്ടികളെ ഷണ്ഡീകരിക്കുന്നു. ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ച് ജാഗരൂകരാണ്. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പരമാവധി ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി നേർക്ക് നേരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമാപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. അതിന്റെ പിറകിൽ തന്നെ നമ്മളുണ്ട്. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആരെന്തൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കിയാലും ശരി, ആരൊക്കെ ഒത്തുചേർന്ന് ചേർന്നും ശരി, ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിനും ഒക്കെ പിന്തുണ നിങ്ങൾ വാങ്ങിയാലും ശരി, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേക രാഷ്ട്രീയമായ അഭിനിവേശമൊന്നുമല്ല. രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് ദീനാണ് വലുത്, സുന്നത്ത് ജമാഅത്താണ് വലുത്. അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയമുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ജനലക്ഷങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ നേർവഴിക്ക് പോകണം, തെറ്റുകൾ തിരുത്തണം. വളരെ വിനീതമായിട്ടാണ് ഞങ്ങൾ അപേക്ഷ. ഞങ്ങൾ മോശമായി ഒന്നും സംസാരിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അല്ല, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് വാശി പിടിച്ച് പട്ടിക്കാട് ജാമിഅ നൂറിയ അറബിക് കോളേജ് നിങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ അങ്ങനത്തെ അധ്യാപകരെ തന്നെ അവിടെ വെക്കും, അധ്യാപകർ കുട്ടികൾക്കിടയിൽ സമസ്തയ്ക്കത് വിരുദ്ധ പ്രചാരണം നടത്തും, സമസ്തയുടെ മക്കളെ നേതാക്കന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കും, സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കും. ഈ നിലപാടൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, പടച്ച റബ്ബ് തന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രകാശമാണ് ഈ ദീൻ, അള്ളാഹുവിന്റെ പ്രകാശമാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക മതപണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പരിശുദ്ധമായ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും ശരി, അത് വിജയിക്കില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പച്ചയായി ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വചനമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ.
അവർ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശത്തെ ജ്വലിപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ അത് അനിഷ്ടപ്പെട്ടാലും ശരി, നിഷേധികൾ അത് വെറുത്താലും ശരി, അള്ളാഹുവിന്റെ ദീനോടെ നിലനിൽക്കും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതിന് ഓരോ കാലഘട്ടത്തിലും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെ ഈ തരത്തിലുള്ള ചില അധ്യാപകന്മാരും കുട്ടികളും പറയുകയാണ്, ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതല്ലേ, എന്തിനാണ് മുജാഹിദിനെ അങ്ങനെ എതിർക്കണേ, ഈ രാജ്യത്ത് ജമാഅത്തിനെ എന്തിനാ എതിർക്കുന്നത്, നമുക്ക് സഹകരിച്ച് പോയാൽ പോരെ എന്ന് പറയുമ്പോൾ അവർ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കണം, പഠിക്കണം. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ സ്വഹാബത്തും താബിഈകളും താബിഈകളും അവരാണ് സലഫ് സ്വാലിഹീൻ, സച്ചരിതരായ മുൻഗാമികൾ, അവരാണ് നമ്മുടെ മാതൃക. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ലവർ എൻ്റെ 1-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവരാണ് നല്ലവർ, ഈ 3 തലമുറക്കാർ. ആ തലമുറയിലെ ഓരോ കാലത്തുള്ള ഓരോ പ്രമുഖ പണ്ഡിതരും ബിദ്അത്തുകാരുമായി ഒരു കോംപ്രമൈസും പോകരുത് എന്നാണ് പഠിപ്പിച്ചത്. ഒരാളെങ്കിലും പറയട്ടെ, ബിദ്അത്തുകാരുമായി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രമുഖനായ സ്വഹാബിയെയോ താബിഴിയോ താബിഈങ്ങളെയോ അല്ലെങ്കിൽ ഖുർആനിലെ ഒരു വചനത്തെയോ ഒരു ഹദീസിന്റെ വചനത്തെയോ ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ കാണണല്ലോ, എവിടെയും കാണാൻ കഴിയില്ല. പ്രമുഖനായ മുഹദ്ദിസും പ്രമുഖനായ ഫഖീഹും താബിഈങ്ങൾ വളരെ പ്രമുഖനുമായ മഹാനായ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹുവിനോട് ബിദഅ പശ്ചാത്തലത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് ബിദഅകളെ മാറ്റി നിർത്തണം, മതനവീകരണവാദികളെ മാറ്റി നിർത്തണമെന്ന്. അപ്പൊ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇവിടെ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു ഉയർന്ന വ്യക്തിത്വം. അയാൾ പറയുന്നു, അന ഉജാലിസു അഹ്ലസ് സുന്ന വ ഉജാലിസു അഹ്ലൽ ബിദഅ, ഞാൻ സുന്നികളൊപ്പം കൂടും ബിദഅകളൊപ്പം കൂടും, രണ്ടും സഹകരിച്ചു പോകും, അഡ്ജസ്റ്റ് ചെയ്തു പോകും എന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിതനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് എന്താണ് എന്ന അഭിപ്രായം ചോദിച്ചപ്പോൾ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഹാദാ റജുലുൻ യുരീദു അൻ യുസാവിയ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യാജനാണ് ഇദ്ദേഹമെന്ന് മഹാനായ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഹാബി പ്രസ്ഥാനവുമായി കോംപ്രമൈസിന് പോകാൻ പറ്റില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി കോംപ്രമൈസിനില്ല, മറ്റ് ബിദഅ പ്രസ്ഥാനങ്ങളും കോംപ്രമൈസിനില്ല. രാഷ്ട്രീയത്തിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലോചിക്കാം, മീറ്റിംഗിൽ കൂടാം എന്നൊക്കെ അല്ലാതെ മഹാനായ ബാഫിഖത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികരായ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള അവർ കാണിച്ചു തന്ന മാതൃകക്കപ്പുറം ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഉൾപ്പെടെയുള്ള അവരൊക്കെ സുന്നിയുടെയും സമസ്തയുടെയും പണ്ഡിതന്മാരായിരുന്നു, നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ കാണിച്ചതിനപ്പുറം ഈ സങ്കര സംസ്കാരം വളർത്തിയെടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും സുന്നി മക്കൾ അതിന്റെ കൂടെ കിട്ടില്ല എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.